നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അഭിരാം കൃഷ്ണൻ. ഐ എം അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ്, ആസ്ട്രോമിംസ് കാസർഗോഡ്. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒ പി ഡിയിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന പേഷ്യൻസ്, നമ്മുടെ അടുത്ത് ഒ പി ഡിയിൽ വരുന്ന പേഷ്യൻസിനെ കുറിച്ചാണ്. നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എൽഡർലി പീപ്പിളാണ് അധികം നമ്മുടെ ഒ പി ഡിയിൽ ആയിട്ട് വരുന്നത്. അതർ ദാൻ ഇഞ്ചുറീസ്, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ കാൽമുട്ട് വേദനയൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് അധികം വരാറ്. എസ്പെഷ്യലി എൽഡർലി സ്ത്രീകൾ മോർ ദാൻ 50 to 60. അത് ക്ലാസിക്കലി ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതായത് കാൽമുട്ടിലെ തേയ്മാനമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇന്ത്യൻ പോപ്പുലേഷനിൽ എസ്പെഷ്യലി കാൽമുട്ടിലെ തേയ്മാനം ഭയങ്കര കൂടുതലാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അത് കൂടുതൽ കാണപ്പെടുന്നത്. ഒരു കംപ്ലയിൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാൽമുട്ടിൽ അസഹ്യമായ വേദന, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ, അതായത് കുറച്ച് നേരം നടന്നതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഭയങ്കരമായിട്ട് വേദന. പുറത്ത് പോയി കഴിഞ്ഞാൽ, അതായത് ആക്ടിവിറ്റി റിലേറ്റഡ് പെയിനാണ് അവർക്ക് കൂടുതൽ. പിന്നെ അവർക്ക് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇന്ത്യൻ ടോയ്ലറ്റ് എസ്പെഷ്യലി യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ കുറച്ച് പേഷ്യൻസ് ഡിഫോമിറ്റി ആയിട്ടും പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ കാൽമുട്ട് വളഞ്ഞ് നമ്മുടെ നടത്തം ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നവർ ജസ്റ്റ് നടത്തത്തിലെ വ്യത്യാസമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് കംപ്ലയിൻസ് ആയിട്ട് പറയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പ്രോപ്പർലി എക്സാമിൻ ചെയ്യും. കാൽമുട്ടിൽ സാധാരണ ഒരു 80% കേസുകൾ അകത്തേക്കാണ് വളഞ്ഞിരിക്കാറ്. ചില കേസുകൾ അത് പുറത്തേക്കാവാം. ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം എന്നുള്ള കണ്ടീഷനിൽ കാൽമുട്ട് പുറത്തേക്ക് വളയുന്നതാണ്. അപ്പോൾ ഈ അകത്തേക്ക് വളഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊരു നോൺ ഇൻഫ്ലമേറ്ററി ടൈപ്പ് ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതായത് ഡീജനറേറ്റീവ്, അതായത് പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ഒരു വളവാണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് എക്സ്റേക്ക് അയക്കും. എക്സ്റേയിൽ നമ്മൾ ഏത് ഗ്രേഡാണെന്ന് അസസ് ചെയ്യും ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതായത് തേയ്മാനം ഏത് ഗ്രേഡാണ്. ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 ഗ്രേഡുകളുണ്ട്. അതിൽ 1, 2, 3 ഓൾമോസ്റ്റ് നമുക്ക് കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാം. ഒരിക്കലും ഈ വന്ന തേയ്മാനം ഒരിക്കലും അത് തിരിച്ചു പോകില്ല. എന്ത് ഡ്രഗ് ഇട്ടാലും അത് കൊടുത്താലും അത് തിരിച്ചു പോകുന്നില്ല. വന്ന തേയ്മാനം ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഹിസ്റ്ററി ആയിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. ഓൾമോസ്റ്റ് 10 years ആയിട്ട്, 10-15 years ആയിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ ആയിരിക്കും പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ അത് അത്രയും ഇത് തിരിച്ചു പോകാൻ റീജനറേഷൻ കേപ്പബിലിറ്റി ഭയങ്കര കുറവാണ് ഡീജനറേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആക്ച്വലി ആ പ്രോഗ്രസിൻ്റെ ഡെൻസിറ്റി കുറക്കാനുള്ളതൊക്കെയുള്ള എക്സസൈസ്, റീഹാബിലിറ്റേറ്റീവ് പ്രോഗ്രാം നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞ തേയ്മാനം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ന്യൂ സ്റ്റഡീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ഇല്ല. അപ്പം ഗ്രേഡ് 4 എത്തിയാൽ നമുക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ എൻ സ്റ്റേജ് എത്തിയാൽ മുട്ടുകൾ വളഞ്ഞു തുടങ്ങും, നടത്തത്തിന് പ്രശ്നമാകും. പിന്നെ അവർ വടി യൂസ് ചെയ്യേണ്ട, കെയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ വരും. ആ സമയത്ത് നമ്മൾ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, കംപ്ലീറ്റ് മുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കാമെന്നല്ല, ഈ തേഞ്ഞ ഈ കാർട്ടിലേജ്, അതായത് തരുണാസ്ഥി, അതിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇംപ്ലാന്റ്സ് ഉണ്ട്, അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൽ ഫിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് രീതി. അതൊരിക്കലും ഒരു റെസ്റ്റ് വേണ്ടുന്ന സർജറി അല്ല. അത് പേഷ്യൻ്റ് അന്ന് നമ്മൾ സർജറി ചെയ്ത് അന്ന് തന്നെ പേഷ്യൻറ്റിനെ കൊണ്ട് നടത്തിക്കാവുന്നതാണ്. പേഷ്യൻ്റ് ക്യാൻ വാക്ക്. പേഷ്യൻറ്റിന് എല്ലാം മുമ്പ് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പേഷ്യൻ്റ് ഒരു 10 years യങ്ങർ ആവുന്ന പോലെയാണ് അതിൻ്റെ സർജറി. പേഷ്യൻറ്റിന് ബസ്സിൽ കയറാൻ വേണമെങ്കിൽ, ഓട്ടോയിൽ കയറാൻ, എങ്ങനെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ അതൊന്നും ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നില്ല. സോ അതൊക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ എക്സസൈസ്. ഓൺലി 40% ആണ് സർജറിയിലെ ബെനിഫിറ്റ്. അത് കഴിഞ്ഞാൽ എക്സസൈസിലേക്ക് മാറാവുന്നത്. ನಾನು ಡಾಕ್ಟರ್ ದೀಕ್ಷಿತ್ ಶೆಟ್ಟಿ, ಅಸೋಸಿಯೇಟ್ ಕನ್ಸಲ್ಟೆಂಟ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ഓർത്തോപെഡിക്സ് ആൻഡ് അത്തസ്കോപ്പി ഡിപ്പാർട്ട്മെന്റ്. സോ നോർമലായിട്ട് ഒരേ ഇങ്ങനെ ഈ ആർത്രൈറ്റിസ് അങ്ങനെ പേഷ്യൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പേഷ്യൻസ് എങ്ങനെ ഒ പി ഡി കാണപ്പെടുന്നെങ്കിൽ ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ്. സോ ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ് ആയിട്ട് ഞങ്ങളെ ഈ കോമൺ ആയിട്ട് നീ ജോയിൻറ്റിൽ ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ് ആയിട്ട് വരും. സോ ഞങ്ങൾ നീ ജോയിൻറ്റിൽ ഒരു 2 ലിഗമെന്റ്സ് ഉണ്ടാവും ടോട്ടലായിട്ട്. ഫ്രണ്ട് പിന്നെ ബാക്കിൽ ഒരു ACL, പിന്നെ ഫ്രണ്ട്ലി, പിന്നെ ബാക്കിൽ PCL ആയിട്ടുണ്ടാവും. പിന്നെ സൈഡിൽ MCL, പിന്നെ LCL പറഞ്ഞിട്ട് ടോട്ടലായിട്ട് 4 ലിഗമെന്റ്സ് ഉണ്ടാവും. സോ നീ ജോയിൻറ്റിനുള്ളിൽ, ഈ മുട്ട് ജോയിൻറ്റിനുള്ളിൽ ഒരു കുഷൻ ഗാത്രേൻ്റെ ഒരു മെനിസ്കസ് പറഞ്ഞിട്ടുണ്ടാവും. സോ നോർമലായിട്ട് ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ് ആയിട്ട് വരുന്നെങ്ങനെ പറഞ്ഞെങ്കിൽ
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുട്ബോൾ ഇഞ്ചുറി, ഫുട്ബോളിലെ ഇല്ലെങ്കിൽ ക്രിക്കറ്റിലെ ഈ ടർഫിലെ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ എന്താവും, ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പേഷ്യൻ്റ് ഇങ്ങനെ വരും, ഞങ്ങൾക്ക് ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസ് ആയിട്ട്. സോ ടർഫ് ഇഞ്ചുറീസിൽ നോർമലായിട്ട് ട്വിസ്റ്റ് ആകുന്ന ചാൻസസ് ജാസ്തി ഉണ്ടാവും. എന്നീ പറഞ്ഞെങ്കിൽ നോർമലായിട്ട് ഈ ഫുട് വെയർ പിന്നെ ഈ ഗ്രൗണ്ട് സർഫേസിൽ ഫ്രിക്ഷൻ ജാസ്തി ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫുട്ബോളിൽ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താവും, ഞങ്ങളുടെ ബോഡി വിൽ ബി ഇൻ ദ മൂവ്മെന്റ്, പക്ഷേ ഈ ഫുട്ട് സർഫേസിൽ അറ്റാച്ച് ആയിട്ടുണ്ടാവും. സോ ആ ടൈമിൽ ഞങ്ങൾ ഈ മുട്ടുക്ക് ജാസ്തി പ്രഷർ വീണിട്ട് അത് എല്ലാ വെയിറ്റ് ഞങ്ങൾ ACL ലിഗമെന്റിൽ പോകും. സോ ആ ടൈമിൽ ACL ടേർ ആകാൻ ചാൻസസ് ജാസ്തി ഉണ്ടാവും. സോ ഇത് ഒന്ന്. സെക്കൻഡ് ആയിട്ട് മെനിസ്കസ്. ഈ മെനിസ്കസ് എങ്ങനെ പറഞ്ഞെങ്കിൽ നോർമലായിട്ട് ഈ എക്സ്റ്റേണൽ റൊട്ടേഷൻ, സോ ഈ ഞങ്ങൾ ഈ ലോവർ ബോൺ ഉണ്ടല്ലേ, ഈ ടിബിയ ബോൺ, ആ ബോൺ ഇങ്ങനെ മൂവ്മെന്റ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ജാസ്തി ആയെങ്കിൽ ഈ മെനിസ്കസ് കുഷൻ ഗാത്രൻ്റെ മെനിസ്കസും പറയുന്നത്, സോ അതൊക്കെ ഇഞ്ചുറി ആകാൻ ചാൻസസ് ജാസ്തി ഉണ്ടാവും. സോ ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇഞ്ചുറി ആയിട്ട് ഫസ്റ്റ് ഞങ്ങൾ എന്താ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. സോ ഫസ്റ്റ് എയ്ഡിൽ എന്താ പറഞ്ഞെങ്കിൽ ഐസ് പാക്സ്, പിന്നെ ഇമ്മൊബിലൈസ് ചെയ്യണം, പിന്നെ സ്പ്ലിന്റ് കൊടുക്കണം. ഇത് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന തിങ്സ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഒരു ക്ലിനീഷ്യൻ ഇല്ലെങ്കിൽ അർത്രോസ്കോപ്പി സർജൻ കാണിക്കണം. സോ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ റെസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 week എക്സാമിൻ ചെയ്യുക. സോ ക്ലിനിക്കൽ എക്സാം ചെയ്തിട്ട് നെക്സ്റ്റ് MRI ചെയ്യുക. സോ MRIയിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മേ ബി ACL ടയർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മെനിസ്കസ് ടയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യണം എന്ന് പേഷ്യൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ നോർമലായിട്ട് ഇഫ് ദർ ഇസ് എ ACL ടയർ വിത്ത് മെനിസ്കസ് ടയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് ആർത്രോസ്കോപ്പി സർജൻ അഡ്വൈസ് ചെയ്യുക. സോ എല്ലാ പേഷ്യൻസ്ക്ക് ആർത്രോസ്കോപ്പി സർജറി വേണമെന്നല്ല. നോർമലായിട്ട് ഇപ്പോൾ മെനിസ്കസ് സ്പ്രെയിൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് എഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എന്താ പ്രശ്നമില്ല. പക്ഷേ കംപ്ലീറ്റ് ACL ടയർ ഇല്ലെങ്കിൽ മെനിസ്കസ് ടയർ ഉണ്ടെങ്കിൽ അവർക്ക് ആർത്രോസ്കോപ്പി സർജറി ആവശ്യകതയുണ്ട്. സോ ആർത്രോസ്കോപ്പി സർജറി എങ്ങനെ പറഞ്ഞെങ്കിൽ ഇതൊരു കീ ഹോൾ സർജറിയാണ്. സോ ഞങ്ങൾ ഒരു ചെറിയതൊരു 2 ഹോൾ ഇതാക്കിയിട്ട് ഞങ്ങൾ നീ ജോയിന്റിൽ മുട്ട് ജോയിന്റിൽ ഞങ്ങൾ ഒരു ടെലിസ്കോപ്പ് ഗാത്രേൻ്റെ ഒരു പെൻ ഗാത്രേൻ്റെ ഒരു ടെലിസ്കോപ്പ് അങ്ങനെ നോക്കുള്ളിൽ ഞങ്ങൾ അത് മോണിറ്ററിൽ കാണാൻ പറ്റും. സോ അങ്ങനെ ഉള്ളിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏത് എവിടെ പ്രശ്നമുണ്ടോ അത് ഞങ്ങൾ ഈ ഓൾഡ് ACL സ്റ്റംപ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷേവ് ചെയ്തിട്ട് പിന്നെ ഇത് പുതിയ ACL റീകൺസ്ട്രക്ഷൻ ചെയ്യാം. ഓക്കെ. സോ മെനിസ്കസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റിച്ച് ഗാത്രേൻ്റെ ഒരു സാധനം ഉണ്ടാവും. സോ അതിൽ ഞങ്ങൾ ഒരു ഇല്ലെങ്കിൽ 2 സ്റ്റിച്ച്, അത് ബേസ്ഡ് ഓൺ ദ എത്ര വലിയ ടയർ ഉണ്ട് നോക്കിയിട്ട് ഞങ്ങൾ സ്റ്റിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ആർത്രോസ്കോപ്പി സർജറി ചെയ്തിട്ട് പിന്നെ എങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ACL ടയർ മാത്രം ഉണ്ടോ ഞാൻ ACL റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടോ പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾക്ക് വാക്ക് ചെയ്യാൻ പറ്റും വിത്ത് വാക്കർ സപ്പോർട്ട്. അതേ നിങ്ങൾക്ക് ACL വിത്ത് മെനിസ്കസ് ഉണ്ടോ പറഞ്ഞെങ്കിൽ സോ നിങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ വെയിറ്റ് കൊടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മന്ത് വിതൗട്ട് വെയിറ്റ് ബെയറിംഗ് ഞങ്ങൾ വാക്ക് ചെയ്യാൻ പറയുമ്പോൾ സോ വിത്ത് വാക്കർ സപ്പോർട്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിന് വിത്ത് ഹെൽപ്പ് യൂസ് ആക്കിയിട്ട് ഞങ്ങൾ സ്ട്രെങ്തനിങ് പിന്നെ റീഹാബ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ACL ഐസൊലേറ്റഡ് ACL പിന്നെ ACL വിത്ത് മെനിസ്കസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ACL റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ട് പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റീഹാബ് നിങ്ങൾ എങ്ങനെ ചെയ്യാം? It depends on just ACL alone or meniscus associated with meniscal repair അനുസരിച്ചിരിക്കും. ഫസ്റ്റ് നമുക്ക് വെറും ഒരു ACL റീകൺസ്ട്രക്ഷൻ മാത്രമാണെങ്കിൽ നമുക്ക് ആക്ച്വലി റീഹാബിലിറ്റേഷൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജോയിന്റ് കംപ്ലീറ്റ്ലി മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബൈ ഈച്ച് വീക്ക് ലൈക്ക് ഫസ്റ്റ് വീക്ക് 30 ഡിഗ്രി, അതായത് കാല് 15 ഡിഗ്രി മടക്കും, പിന്നെ രണ്ടാമത്തെ ആഴ്ച 30 ഡിഗ്രി വരെ മടക്കാം, മൂന്നാമത്തെ ആഴ്ച 90 ആൻഡ് സോ ഓൺ. അതിൻ്റെ കൂടെ ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ് സ്ട്രെങ്തനിങ് എക്സസൈസ് നമ്മൾ ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്, വേറൊരു സൈറ്റിൽ നിന്നാണ് ഗ്രാഫ്റ്റ് എടുത്തത്. അപ്പം അതിൻ്റെയൊക്കെ മൊബിലൈസേഷനൊക്കെ സ്ട്രെങ്തനിങ് എക്സസൈസസ് ഒക്കെ ചെയ്യണം. സോ അത് ACL അലോൺ ആണ്. പിന്നെ വാക്കിംഗ് വിത്തിൻ 3 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വെയിറ്റ് കൊടുത്ത് നടക്കാവുന്നതാണ് നമ്മുടെ കാലിന്. സോ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 1.5 months ലൈക്ക് ബാക്ക് ടു വർക്ക് എന്ന് നമ്മുടെ മുൻപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു 1.5 months വരെ കൊടുക്കാവുന്നതാണ്. ബാക്ക് ടു ആക്റ്റീവ് സ്പോർട്സ് ആക്ടിവിറ്റി മിനിമം ലൈക്ക് വി ഹാവ് ടു ഗീവ് അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും നമുക്ക് ഒന്ന് ബാക്ക് ടു അത് സർട്ടൻ ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ബാക്ക് ടു സ്പോർട്സിലേക്ക് അലോ ചെയ്യുന്നത്. അതിന് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റി നമ്മൾ നടക്കുന്നത്, സാധാരണ എല്ലാ പരിപാടിയും എല്ലാ വർക്കൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ബൈ 1.5 months നമുക്ക് അലോ ചെയ്യാവുന്നതാണ്. പക്ഷേ ACL അസോസിയേറ്റഡ് വിത്ത് മെനിസ്കസ്
മെനിസ്കസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡോക്ടർ ദീക്ഷിത് പറഞ്ഞ പോലെ രണ്ട് മുട്ടിനിടയിലെ വാഷറിന്റെ പ്രശ്നമാണെങ്കിൽ അതിന് കൂടുതൽ റെസ്റ്റ് ആവശ്യമാണ്. അതായത് നമുക്ക് 6 വീക്സ് വരെ ഇമ്മൊബിലൈസേഷൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ വെയിറ്റ് ബെയറിങ്, അതായത് കാലിലേക്ക് നമുക്ക് ലോഡ് കൊടുക്കാൻ പാടില്ല. മെനിസ്കസ് റിപ്പയർ ചെയ്തെങ്കിൽ ACL അസോസിയേറ്റഡ് വിത്ത് മെനിസ്കൽ റിപ്പയർ. ബട്ട് കാലിന്റെ മൊബിലൈസേഷൻ ഒക്കെ സെയിം ആണ്. നമ്മൾ കൂടുതൽ കാല് മടക്കാതെ ഒക്കെ വെച്ചാൽ കാല് സ്റ്റിഫായി പോകും. സ്റ്റിഫായി പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് നമുക്കത് റെഡിയാക്കി എടുക്കാൻ. അപ്പം സർജറി അലോൺ ഒരു 50% മാത്രമേ ഉള്ളൂ. ബാക്കി 50% ഉറപ്പായിട്ടും പേഷ്യൻ്റെ കയ്യിലാണ്. പേഷ്യൻ്റ് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചാണ്, എങ്ങനെ ഫിസിയോ ചെയ്യുന്നതനുസരിച്ചാണ്. പേഷ്യൻ്റ് എഫേർട്ട് കൂടാതെ ഈ സർജറി സക്സസ് ആവില്ല ഒരിക്കലും. ദീക്ഷിത്, OA-NEക്ക് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. യൂണിക്കോണ്ടൈലർ, അതായത് ഒരു കോണ്ടൈൽ മാത്രം മാറ്റി വെച്ചിട്ടുള്ള TKR, നമ്മുടെ ട്രഡീഷണൽ കൺവെൻഷണൽ TKR, ഇനി വേറൊരു ഓസ്റ്റിയോട്ടമിയെ കുറിച്ചും നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ മൂന്നും എപ്പോഴൊക്കെയാണ് അത് ചെയ്യുന്നത്? OA-NE ഓസ്റ്റിയോആർത്രൈറ്റിസ് നീ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് പറഞ്ഞെങ്കിൽ അതുള്ള 4 സ്റ്റേജസ് ഉണ്ടോ? ഇപ്പോൾ ഓൾറെഡി ഡോക്ടർ അഭിരാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 സ്റ്റേജ് ഉണ്ട്. ಸೊ ಫಸ್ಟ್ ಸ್ಟೇಜಲ್ಲಿ ಎಂದಾವು ಜಾಸ್ತಿ ಪ್ರಶ್ನೆ ഉണ്ടാവില്ല, ಜಸ್ಟ್ ಜಾಯಿಂಟ್ ಸ್ಪೇಸ್ കുറവ് ഉണ്ടാവും, ಜಾಸ್ತಿ ಡಿಫಾರ್ಮಿಟಿ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ കുറച്ച് ಜಾಸ್ತಿ ജോയിന്റ് സ്പേസ് ಜಾಸ್ತಿ കുറവുണ്ടാവും, പിന്നെ ഡിഫോമിറ്റി അത്ര ಜಾಸ್ತಿ സിവിയർ ഉണ്ടാവില്ല. അതെ തേർഡ് പിന്നെ ഫോർത്ത് സ്റ്റേജിൽ ഡിഫോമിറ്റി ಜಾಸ್ತಿ ഉണ്ടാവും. ಅದೇ ನಂಗೆ ಫಸ್ಟ್ ಸ್ಟೇಜ್ ನಿಂದ ചെയ്യുക പറഞ്ഞെങ്കിൽ ಜಾಸ್ತಿ ನಂಗೆ ಈ ಫಿಸಿಕಲ್ ಫಿಟ್ನೆಸ್ ಇಲ್ಲಂಗಿಲ್ಲ ಲೈಫ್ ಸ್ಟೈಲ್ ಮಾಡಿಫಿಕೇಶನ್ ಇದೆಲ್ಲ ಅಡ್ವೈಸ್ ചെയ്യുക. ಅದೇ ಸೆಕೆಂಡ್ പിന്നെ തേർഡ് ಬೇಸ್ಡ್ ಆನ್ ದ എത്ര ഡിഫോമിറ്റി ഉണ്ടോ ಅದನ್ನು നോക്കിയിട്ട്. ಸೊ ನಂಗೆ എന്താ ചെയ്യുക, ഇപ്പോൾ ഏർലി സ്റ്റേജിൽ എന്താവും ഞങ്ങൾക്ക് ഇപ്പോൾ ഡിഫോമിറ്റി എത്ര ಜಾಸ್ತಿ ഉണ്ട് കുറവുണ്ടോ എന്ന് നോക്കണേ ഒരു സ്കാനോഗ്രാം ചെയ്യുക. സോ ഈ സ്കാനോഗ്രാം ഞങ്ങൾക്ക് എത്ര ഡിഫോമിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. സോ ഈ ഡിഫോമിറ്റി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിഫോമിറ്റി ಜಾಸ್ತಿ ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ അതേ ഇപ്പോൾ ഏജ് ಜಾಸ್ತಿ ಇಲ್ಲ, ഇപ്പോൾ ഒരു 60 years ಜಾಸ್ತಿ ಇಲ್ಲ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്താ ചെയ്യുക, ഓസ്റ്റിയോട്ടമി പറഞ്ഞിട്ട് ഒരു ഓസ്റ്റിയോട്ടമി പറഞ്ഞെങ്കിൽ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി. സോ ഇറ്റ് ക്യാൻ ബി from there are 2 bones in the knee joint, or tibia bone or femur bone. So based on the calculation nanga venangil high tibial osteotomy tibiale ori osteotomy cheyampattu, illangil ade deformity ಜಾಸ್ತಿ undu parnangil ee femur le ori osteotomy cheyampattu. Osteotomy parnangil endu cheya nanga there is an angle nangal ori ee hip joint knee joint pinne ankle joint le ori nangal ori line undav. Aa line etre deformity undo within the normal range undo nokkan pattu. അതേ ഇപ്പോൾ നോർമൽ റേഞ്ച് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നില്ല, ജസ്റ്റ് മോഡിഫിക്കേഷൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതെല്ലാം ചെയ്യാൻ പറ്റും. അതേ ആംഗിൾ ಜಾಸ್ತಿ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ സ്കാനോഗ്രാം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക, ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി ഓർ ഡിസ്റ്റൽ ഫിമറൽ ഓസ്റ്റിയോട്ടമി ചെയ്യാൻ പറ്റും. സോ അതെന്താ ചെയ്യുക പറഞ്ഞെങ്കിൽ അത് പ്രിൻസിപ്പൽ എന്താ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഈ ആംഗിൾ കറക്ഷൻ ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 60 yearsനുള്ളിൽ പേഷ്യൻ്റ് ഉണ്ട്, അവർക്ക് ഈ TKR ഇതെല്ലാം ചെയ്തെങ്കിൽ എന്താവും ഫോർ എ ലോങ്ങർ ടൈം പീരീഡ്ക്ക് അത് ഇറ്റ്സ് എ ബാഡ് തിങ് ഫോർ ദം അങ്ങനെ ചെയ്യുമ്പോൾ. സോ ഞങ്ങൾ എന്താ ചെയ്യുക, ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി ഓർ ഡിസ്റ്റൽ ഫിമറൽ ഓസ്റ്റിയോട്ടമിയിൽ ഞങ്ങളുടെ ആംഗിൾ ചേഞ്ച് ആക്കിയിട്ട് സോ ദാറ്റ് ദേ ക്യാൻ ഈ TKR പറഞ്ഞ ഈ ടോട്ടൽ നീ റിപ്ലേസ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ ഡു ദിസ് ഓൺ എ ലേറ്റർ ഡേറ്റ്. സോ ഏതെല്ലാം ഏജ് ഗ്രൂപ്പിനെ TKRലേക്ക് മാറ്റാം, ഏതെല്ലാം ഏജ് ഗ്രൂപ്പ് ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമിയിലേക്ക് മാറ്റാം? സോ വിതിൻ 60 ഞങ്ങൾ യൂഷ്വലായിട്ട് ഐഡിയലായിട്ട് TKR ചെയ്യുന്നില്ല. സോ ഞങ്ങൾ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി ഓർ ഡിസ്റ്റൽ ഫിമറൽ ഓസ്റ്റിയോട്ടമി ബേസ്ഡ് ഓൺ സ്കാനോഗ്രാം ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും. അപ്പം ഇപ്പം അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം ലെസ് ദാൻ 55 ഇഫ് ഹാസ് എ ഗ്രേഡ് 4 OA ആണെങ്കിൽ, ട്രൈ കമ്പാർട്ട്മെന്റൽ OA ആണ്, വാട്ട് വിൽ യു ഗോ ഫോർ? യു ഹാവ് ടു ഗോ ഫോർ TKR. ഗ്രേഡ് 4 ഉണ്ടെങ്കിൽ better to go for TKR, total knee replacement. Then based on that we can see which one. So it's like all are contenders for most of the patients will be contenders for TKR other than high tibial osteotomy. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് സ്പെസിഫിക് ആയിട്ട് ആവശ്യമുണ്ടാവും ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി. കുറച്ച് പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദ ഏജ് പിന്നെ ഇത്ര ആംഗിൾ ഡിഫറൻസ് ഉണ്ടോ അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്യാം. അടുത്തൊരു സെറ്റ് ഓഫ് പേഷ്യന്റിന്റെ നമ്മുടെ അടുത്ത് OPD-യിൽ വരുന്ന സ്പെസിഫിക്കലി എന്ന് പറഞ്ഞാൽ ഒരു ഷോൾഡർ പെയിൻ ആയിട്ട് വരുന്നതാണ്. പ്രത്യേകിച്ചും വീണ്ടും എൽഡർലി ഗ്രൂപ്പാണ്. അത് 50 to 60 ആണ്. യങ്ങറും വരാം, അത് ആഫ്റ്റർ എ ഹൈ വെലോസിറ്റി ട്രോമ ഓർ സംതിങ്. ബട്ട് നമ്മുടെ അടുത്ത് സ്ഥിരം വരുന്നത് എൽഡർലി പേഷ്യന്റ് വിത്ത് കോമോബിഡിറ്റീസ്, ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ആയിട്ടുള്ള എൽഡർലി പേഷ്യന്റ്. അവര് നമ്മുടെ അടുത്ത് സ്പെസിഫിക് ആയിട്ട് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, കൈ പൊക്കാനൊരു ബുദ്ധിമുട്ട്. അതായത്
2 ദിവസം മുമ്പ് ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു പണിയെടുത്തു, അത് വലിയ വർക്കാവണമെന്നില്ല, ചെറിയ പണിയെടുക്കുമ്പോൾ കൈക്ക് ഒരു പോപ്പിംഗ് സൗണ്ട് പോലെ, കൈ പിന്നെ പൊക്കാനൊരു ബുദ്ധിമുട്ട്, അവര് കൈക്ക് അസഹ്യമായ വേദന, അത് സ്പെസിഫിക്കലി വേദന അവർ പറയുന്ന നൈറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന, കൈ പൊക്കാൻ പറ്റില്ല. പലപ്പോഴും ലേറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്, കാരണം ആ വേദന കൂടി 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 ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ എക്സാമിൻ ചെയ്യും. അപ്പം നമുക്ക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വെച്ച് നമ്മൾ ചിലപ്പോൾ അധികം MRI ആണ് സജസ്റ്റ് ചെയ്യുന്നത്, എക്സ്റേയിൽ കൂടുതൽ, കാരണം അത് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറിയുടെ ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ MRI എടുക്കുമ്പോൾ നമുക്ക് മിക്കവാറും കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കഫ് ടെയർ ആയിട്ട് വരുന്നത്, റൊട്ടേറ്റർ കഫ്, അതായത് നമ്മുടെ ഷോൾഡർ ജോയിന്റിൽ കവറിംഗ് ആയിട്ട് 4 മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സുപ്രാസ്പൈനറ്റസ്, ഇൻഫ്രാസ്പൈനറ്റസ്, ടെറിസ്മൈന, സബ്സ്കാപ്പുലറിസ് എന്ന് പറഞ്ഞാൽ 4 ഗ്രൂപ്പ് ഓഫ് മസിൽസ്. ഈ മസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ മൂവ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത്. ഇനീഷ്യേഷൻ ഓഫ് ഷോൾഡർ മൂവ്മെന്റ്സ് ഒക്കെ ഈ സുപ്രാസ്പൈനറ്റസ് എന്ന് പറഞ്ഞ മസിലൊക്കെയാണ്. അതാണ് ആക്ച്വലി പൊട്ടാനുള്ള ചാൻസ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ലിഫ്റ്റ് ചെയ്യാൻ നോക്കും, പക്ഷെ ആക്സസറി മസിൽസ്, അതർ മസിൽസ് വെച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് അത് പേഷ്യൻ്റ് പൊക്കാൻ നോക്കും. പക്ഷേ ഷോൾഡർ ജോയിന്റ് ഒരിക്കലും അത് സ്റ്റേബിൾ ആയിരിക്കില്ല, അത് ഹൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ പെയിൻ ഭയങ്കരമായിട്ടുണ്ടാവും. അത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് മെയിനായിട്ട് ആ പെയിൻ അവർക്ക് ഫീൽ ചെയ്യുന്നത്. കൈ പൊക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു സിംറ്റമാണ്. സോ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഷ്യൻ്റ് ഓൾറെഡി എൽഡർലി പേഷ്യൻ്റാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഫസ്റ്റ് പേഷ്യൻറ്റിനെ സർജറിക്ക് ഫിറ്റ്നസ് നമ്മൾ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ആർത്തോസ്കോപ്പിക് കഫ് റിപ്പയർ ആണ്. പണ്ട് കാലത്ത് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഓപ്പൺ ആയിട്ട് ചെയ്യുമ്പോൾ പല ലിമിറ്റേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ആർത്തോസ്കോപ്പിക്കലി അല്ലെങ്കിൽ കീഹോളായിട്ട് നമുക്ക് മറികടക്കാവുന്നതാണ്. നമ്മുടെ ഷോൾഡർ ജോയിന്റിൽ ഒരു 4.5 mm സ്കോപ്പ് ഇട്ട് നമ്മളത് കാണും, എവിടെ കട്ടായതെന്ന് കാണും. എന്നിട്ട് വേറൊരു പോർട്ടൽ വഴി, അതായത് എല്ലാം ഒരു കീഹോൾ പോർട്ടൽ, ഒരു 1 cm താഴെയുള്ള ഒരു പോർട്ടൽ 1, 2, 3 സ്ഥലത്തൊക്കെ ഇട്ട് അണ്ടർ വിഷ്വലൈസേഷൻ നമുക്കത് കണ്ടുകൊണ്ട് ഇത് ബൈറ്റ് എടുത്ത് അവിടെ തയ്ച്ചു വെക്കുക. എവിടെ നിന്നാണോ പൊട്ടിയത് അത് അവിടെ നിന്ന് തയ്ച്ചു വെക്കുക എന്ന് വെച്ചാൽ ഈ മസിലിന്റെ ടെൻഡൻ ഗ്രൂപ്പ്, ഈ ടെൻഡൻ ബോണിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം അതിനുള്ള ടൈം കൊടുത്ത് അതിന്റെ ഹീലായിട്ട് വരും. ഓക്കെ, പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തയ്ച്ചു വെച്ചാലും നമ്മൾ പേഷ്യൻ്റ് അങ്ങനെ മൊബിലൈസേഷൻ വിടില്ല. എന്ന് വെച്ചാൽ നീൻ്റെ അത്ര ഏർലി ആയിട്ട് നമുക്ക് ലോഡ് എടുക്കാനോ വെയിറ്റ് എടുക്കാനോ നമുക്ക് പറ്റില്ല. കാരണം അത് റിപ്പയർ ആണ് ചെയ്യുന്നത്, റീകൺസ്ട്രക്ഷൻ അല്ല. ACL നമ്മൾ റീകൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്, പക്ഷെ ഇത് റിപ്പയർ ആണ് ചെയ്യുന്നത്. ഓൾറെഡി ഡീജനറേറ്റീവ് ആണ്, അതായത് ഈ ടയർ ഡീജനറേറ്റ് ആയ ടയറാണ്. അതായത് പഴക്കം വന്നിട്ട് കീറിയതുപോലെ, ഒരു പഴയ ഷർട്ട് കീറുന്ന എങ്ങനെ അതുപോലെ തന്നെയാണ് ഇതും കീറുന്നത്. അത് നമ്മൾ തയ്ച്ചു വെച്ചാൽ അതിൻ്റെ ബലം കുറവാണ്. അതിൻ്റെ പഴയ ബലത്തിലേക്ക് എത്താൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള റെസ്റ്റ് വേണ്ടുന്നതാണ്. നമ്മളത് തയ്ച്ചു വെക്കും, റിപ്പയർ ചെയ്ത് വെക്കും, പിന്നെ മെല്ലെ അത് ഹീൽ ചെയ്യാൻ വിടും. അറ്റ്ലീസ്റ്റ് മിനിമം 3 to 6 months അതിൻ്റെ റീഹാബിലിറ്റേഷൻ എടുക്കും. പക്ഷെ പേഷ്യൻ്റ് ആ സമയത്തൊക്കെ പെയിൻ ഫ്രീ ആണ്. പക്ഷെ പഴയ മോഷൻ, അതായത് കൈ മേലോട്ടേക്ക് 90 degree മേളിലൊക്കെ ഉയർത്താൻ വേണമെങ്കിൽ അത് അത്രയും റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് 3 to 6 months റെസ്റ്റ് ആവശ്യമാണ്. ഫിസിയോ ഷോൾഡർ മൂവ്മെൻറ്റ്സ്, ഷോൾഡർ ROMs ഒക്കെ മെല്ലെ ഗ്രാജുവലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഓരോ ആഴ്ച വെച്ച് ഓരോരോ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി വന്ന് നമുക്കൊരു 6 months നമ്മൾ അങ്ങനെ ആക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, സോ അതെല്ലാം ആർത്തോസ്കോപ്പിക് റൊട്ടേറ്റർ കഫ് റീകൺസ്ട്രക്ഷൻ, particularly done in elderly individuals. സോ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഷോൾഡറിൽ എന്ത് പ്രശ്നം പറഞ്ഞെങ്കിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. സോ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ നിങ്ങൾ TV-ൽ ഇല്ലെങ്കിൽ സ്പോർട്സ് ആൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ രോഹിത് ശർമ്മ നിങ്ങൾ TV-ൽ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് അത് റീലൊക്കേറ്റ് ചെയ്യുന്നത്. സോ സെയിം വേ ദർ ജാസ്തി ആളുണ്ട് വേറെ നിങ്ങൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവും. സോ നിങ്ങൾ നോർമലായിട്ട് ഇപ്പോൾ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ പറഞ്ഞെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട് നിങ്ങൾ ഡോക്ടർ സൈഡിൽ വന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ഷോൾഡർ ഇമ്മൊബിലൈസർ കൊടുക്കും. സോ ഫോർ ഡിപ്പെൻഡ്സ് ലൈക്ക് 1 week 2 week അങ്ങനെ. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റീഹാബ് അതെല്ലാം ചെയ്യാൻ പറയുക നിങ്ങൾക്ക്, ഫിസിയോതെറാപ്പി അങ്ങനെ. അതേ നിങ്ങൾക്ക് 2 സ്ഥലം ഇല്ലെങ്കിൽ 3 സ്ഥലം ഇല്ലെങ്കിൽ ഒരു സ്ലീപ്പിൽ നിങ്ങൾക്ക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയി നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ MRI ചെയ്യാനേ അഡ്വൈസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ക്ലിനിക്കലി നോക്കൂ, നിങ്ങൾ ടെസ്റ്റ് എല്ലാം ആക്കിയിട്ട് നിങ്ങൾക്ക് അത് ഷോൾഡർ ഡിസ്ലൊക്കേഷനിൻ്റെ അത് ലേബ്രമിൻ്റെ ടേറുണ്ടോ അങ്ങനെ
നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ MRI ചെയ്യാൻ അഡ്വൈസ് ചെയ്യാം. സോ MRIയിൽ എന്തുണ്ടാവും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആവും ഈ ലേബ്രം പറഞ്ഞെങ്കിൽ ഈ കുഷൻ ഗാത്രൻ്റെ ഒരു സാധനം ഉണ്ടാവും. നിങ്ങൾ ഈ ഷോൾഡർ ജോയിന്റ് എങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു കപ്പിനെ ഒരു ഇത് ഹ്യൂമറസ് ബോൺ. സോ ഈ കപ്പിന് സൈഡിൽ ഒരു കുഷൻ ഗാത്രൻ്റെ ഒരു ഉണ്ടാവും. സോ ഈ കുഷൻ ടേർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയാം. സോ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അതെ ആ കഫ് ഇത് ഈ കുഷൻ്റെ എവിടെ ഏത് പ്രശ്നം ഉണ്ടോ നോക്കിയിട്ട് ഞങ്ങൾ അത് ഈ MRIയിൽ പിടിക്കാൻ പറ്റും. സോ അത് എത്ര ടയർ ഉണ്ടോ അതെങ്ങനെ പ്ലാൻ ചെയ്യുക പറഞ്ഞത് ഞങ്ങൾ MRI പിന്നെ CT സ്കാനിൽ ഞങ്ങൾക്ക് ഐഡിയ കിട്ടും. സോ നോർമലായിട്ട് ഒരു ചെറിയ ടയർ ഉണ്ടെങ്കിൽ ഞങ്ങൾ യൂഷ്വലായിട്ട് ആർത്രോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യുക. ആർത്രോസ്കോപ്പി പ്രൊസീജിയർ എങ്ങനെ പറഞ്ഞെങ്കിൽ ഒരു രണ്ട് സ്റ്റിച്ച് ഇതാക്കിയിട്ട് യൂസ് ആക്കിയിട്ട് ഞങ്ങൾ റിപ്പയർ ചെയ്യാം. അതേ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ ടയർ ഉണ്ടോ ഇല്ലെങ്കിൽ ബോൺ ലോസ് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചേഞ്ച് ആവും. സോ ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെ ഉണ്ടോ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ ബോൺ ലോസ് ജാസ്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ട് ഈ ലട്ടാർജെ പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതെങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഈ യൂഷ്വലി ഒരു കൊറക്കാട് പറഞ്ഞിട്ട് ഒരു ബോൺ അവിടെ ആ ബോണിൽ ഞങ്ങൾ റിമൂവ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതേ ഇൻസിഷനിൽ ഞങ്ങൾ ഗ്ലിനോയിഡ് സർഫേസ് അതേ ഇന്നൊരു ഈ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ഗ്ലിനോയിഡ് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫിക്സ് ആക്കുക. സോ അത് ഫിക്സ് ആക്കുന്ന 2 സ്ക്രൂസ് വേണം. സോ ഇത് ലട്ടാർജി പ്രൊസീജിയർ. അത് യൂഷ്വലായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ ആർത്രോസ്കോപ്പിക്കിൽ ചെയ്യാൻ പറ്റും. സോ ഇത് ഈ ട്രീറ്റ്മെന്റ് വേരി ആവും ബേസ്ഡ് ഓൺ നിങ്ങൾ എത്ര വലിയ ടയർ ഉണ്ടോ ഇല്ലെങ്കിൽ എത്ര ബോൺ ലോസ് ഉണ്ടോ ഇത് ഡിപ്പെൻഡ് ആയിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ചേഞ്ചസ്. ഇതിന്റെ കൂടെ വേറൊരു റെംപ്ലിസാജ് എന്ന് പറഞ്ഞ പ്രൊസീജിയറും നമ്മൾ ചെയ്യാറുണ്ട്. എപ്പോഴൊക്കെയാണ് റെംപ്ലിസാജ് എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്? സോ റെംപ്ലിസാജ് എങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ലേബ്രം ജാസ്തി ഡിഫിഷ്യൻസി ഉണ്ടോ അവിടെ ലേബ്രം സൈഡിൽ ജാസ്തി വലിയ ടയർ ഉണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ബോൺ ലോസ് ജാസ്തി ഉണ്ടോ ഈ ഹിൽ സാക്ക് പറഞ്ഞിട്ട് ഒരു ലീഷൻ ഉണ്ടാവും. അത് ഞങ്ങൾ ഈ ഹ്യൂമറസ് ബോൺ പറഞ്ഞിട്ട് ആ ബാക്ക് സൈഡിൽ ഒരു ഉണ്ടാവും. സോ ആ ബാക്ക് സൈഡിൽ ബോൺ ലോസ് ജാസ്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ റെംപ്ലിസാജ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ച OPD വരുന്ന നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചാണ്. പിന്നെ നമുക്ക് സർട്ടൻ ആയിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ് ഡേ വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചായിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രാക്ചർ നമ്മൾ കാഷ്വാലിറ്റിയിൽ കാണുന്ന പേഷ്യൻ്റാണ് നെക്ക് ഓഫ് ഫീമർ IT ഫ്രാക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞത്. അത് ഇൻസഫിഷ്യൻസി ഫ്രാക്ചേഴ്സ് ആണ് എന്ന് വെച്ചാൽ ബൈ എ ട്രിവിയൽ ട്രോമ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ജസ്റ്റ് ഒന്ന് വഴുതി വന്നു, ജസ്റ്റ് ആൾക്കാർ ഹിസ്റ്ററി തരുന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ ഒന്ന് വഴുതി വീണു. അതാണ് നമുക്ക് അധികം കാണുന്ന ഒരു ഇത് നമ്മുടെ മോഡ് ഓഫ് ഇഞ്ചറി. ജസ്റ്റ് ഒന്ന് വഴുതി വീണു. അങ്ങനെ വന്നാൽ നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പേഷ്യൻറ്റിന് വീണതിന് ശേഷം എണീക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കാലിൻ്റെ മൂവ്മെൻറ്റ് പെയിൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ കാഷ്വാലിറ്റി വരുന്നത്. കാഷ്വാലിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതെന്ന് വെച്ചാൽ ഒരു കാല് കംപ്ലീറ്റ്ലി ബെഡിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ ആയിട്ടാണ് ഒരു കണ്ടീഷനിലായിട്ടാണ് നമ്മുടെ വരുന്നത്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് കാണുന്ന പ്രശ്നമില്ല, എല്ലാം സംസാരിക്കുക എല്ലാം ചെയ്യും. പക്ഷെ നമുക്ക് കാല് കംപ്ലീറ്റ്ലി ബെഡിൽ റെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഇതിലായിട്ടാണ് നമ്മൾ വരുന്നത്. എക്സ്റേ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ദർ വിൽ ബി എ നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ, അതായത് നമ്മുടെ ഫീമർ എന്ന് പറഞ്ഞാൽ തൈ ബോണിൻ്റെ ഏറ്റവും മേളത്തെ ബോൾ പോലെ ഉള്ള ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്രാക്ചർ. പ്രത്യേകിച്ച് ഓസ്റ്റിയോപോറോസിസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനാണ് ഇതിന് കൂടുതൽ ചാൻസ്. പ്രത്യേകിച്ച് സ്ത്രീകൾ മോർ ദാൻ 60 years 60-70 വയസ്സുള്ള സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും കാണപ്പെടുന്നതാണ്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് കാണുന്നത്. ഇതിൻ്റെ നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചറിൽ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ അത് ഒരിക്കലും കുഴപ്പമില്ലല്ലോ. അത് നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഫ്രാക്ചർ ഓഫ് നെസസിറ്റി ആണ്. നമ്മൾ എന്തായാലും അത് ഫിക്സേഷൻ ചെയ്യാണ്ട് അതൊരിക്കലും ഹീലാവാൻ പോകുന്നില്ല. അതിൻ്റെ ബ്ലഡ് സപ്ലൈ എല്ലാം അതിനൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലഡ് സോറി കോംപ്രഹെൻസീവ് അല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ്. ഫ്രാക്ചർ വരുമ്പം അതിൻ്റെ ഹെഡിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അവിടെ കട്ടാവുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഹീലിങ്ങും നടക്കില്ല. അപ്പം ഉറപ്പായിട്ടും നമുക്കൊരു ഫിക്സേഷൻ ആവശ്യമുണ്ട്. പക്ഷെ ഫിക്സേഷൻ അല്ല, റീപ്ലേസ്മെൻറ്റ് പോലെയാണ് വേണ്ടത്. ആക്ച്വലി നമുക്കൊരിക്കലും ഹെഡിന് നമ്മൾ ഫിക്സ് ചെയ്താൽ അതവിടെ നിൽക്കില്ല. അതിൻ്റെ ബ്ലഡ് സപ്ലൈ ഓൾറെഡി കട്ടായിട്ടുണ്ട്. സോ അതിനെ റിപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സർജറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെമി ആർത്രോപ്ലാസ്റ്റി എന്ന് വരും. അതായത് ഈ ബൾബ് മാറ്റി വെച്ചിട്ടുള്ള ആർത്രോപ്ലാസ്റ്റി ആണ്. ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് സർജറി ആയിട്ടാണ് വരും ഇത് ആക്ച്വലി. പക്ഷേ ഹെമി ആർത്രോപ്ലാസ്റ്റി അത് പകുതി ഹാഫ് ഓഫ് ദ ജോയിൻറ്റ് വിൽ ബി റീപ്ലേസ്ഡ്, അതായത് ഹെഡ് ഓഫ് ദ ഫീമർ വിൽ ബി റീപ്ലേസ്ഡ്. അങ്ങനെ ഒരു സർജറിയാണ് നമുക്കിപ്പം ഇതാണ്. ഈ സർജറി ചെയ്താൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏത് ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് സർജറീസും
സെയിം ഡേ പേഷ്യൻറ്റിന് നിൽക്കാം, നടക്കാം. പക്ഷെ അത് പേഷ്യൻ്റെ വില്ലനുസരിച്ചാണ്. അതിനുള്ള ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്യുന്നതാണ്. ഫിസിയോ ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് പേഷ്യൻറ്റിന് നടത്തിക്കാവുന്നതാണ് പേഷ്യൻറ്റ്. സോ നോർമലായിട്ട് ഇപ്പോൾ ബേസിക് ആയിട്ട് ഏതെല്ലാം പ്രശ്നമുണ്ടോ അതെല്ലാം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ അധികമായിട്ട് നിങ്ങൾക്ക് വേറെ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി ഇല്ലെങ്കിൽ ഹിപ്പ് ഇഞ്ചുറി ഇല്ലെങ്കിൽ നീ ഇഞ്ചുറി ഉണ്ട് ഇല്ലെങ്കിൽ ആങ്കിൾ ഇഞ്ചുറി ഏത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ആസ്ട്രോ മിംസ് കാസർഗോഡ് ഇവിടെ ഞങ്ങളെ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ് 24 hours അവൈലബിലിറ്റി ഉണ്ട്. സോ സ്പോർട്സ് ഇഞ്ചുറിയാണ് ഇല്ലെങ്കിൽ സ്പൈൻ ഇഞ്ചുറിയാണ് ഇല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. സോ ഇപ്പം നമ്മൾ ഇത്രയും ഷോർട്ട് ടൈമിൽ നമ്മൾ ഇത്രയും മാക്സിമം കുറച്ച് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഷോൾഡർ, നീ, നമ്മൾ ഹിപ്പൊക്കെ ഡിസ്കസ് ചെയ്തു ലിമിറ്റഡ് ടൈമിൽ. എന്തെങ്കിലും നിങ്ങളുടെ ക്വയറീസ് എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. ഇവിടെ 24 hours നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആക്റ്റീവാണ്, അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.